അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റാ, അതൊന്ന് ഡോക്ടറോട് പ്രത്യേകം പറഞ്ഞേക്കണേ. ശരി ശരി, ഞങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തിക്കോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. താങ്ക് യു കേട്ടോ. അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ. അമ്പലത്തിൽ നിന്ന് അവിടുത്തെ ഭാരവാഹികളെല്ലാം ചേർന്ന് അമ്മയെ BR ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ പരിശോധന നടക്കുക. BR ഹോസ്പിറ്റലിലോ? എനിക്ക് വേഗം വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സജീവ, ആ അഗ്രിമെന്റ് കോപ്പിയും വാങ്ങിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. ശരി സാർ. എന്തായാലും മാഡത്തിന്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. ഗൗതമിന്റെ അമ്മയ്ക്കിട്ട് തന്നെ പണി കൊടുത്തത് എന്തായാലും നന്നായി. ഡോക്യുമെന്റ്സ് വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൃത്യമായി നിധിക്ക് കോൾ വന്നു. ആന്റിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ വരുന്നത്, നിധിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി എടുത്തില്ലെങ്കിൽ അത് അപകടം ചെയ്യുമെന്ന് ആന്റി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. ഈ നിധിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഇത്രയ്ക്ക് ഡേഞ്ചർ ആണെന്ന് കരുതിയില്ല. അതിനെ സൂക്ഷിക്കണം മാഡം. അവള് കൂടെ ഉള്ളിടത്തോളം കാലം പെട്ടെന്നൊന്നും ഗൗതമിനെ വീഴ്ത്താൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ മർമ്മം നോക്കി തന്നെ കുത്തിയത്. അതോടെ നിധി പുറത്തേക്ക് പോയി, ഗൗതമിന്റെ നിയന്ത്രണവും വിട്ടു. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. CKCയുടെ ലൈഫ് പാർട്ട്ണർ അല്ലേ? ബുദ്ധിയുടെയും തന്ത്രത്തിന്റെയും കാര്യത്തില് മാഡവും പിന്നിലേക്ക് പോകാൻ വഴിയില്ലല്ലോ. ഗൗതവും നിധിയും പോയി. എഗ്രിമെന്റ് ഒരു കോപ്പി എടുക്കണമെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എഗ്രിമെന്റിന്റെ കോപ്പിയൊക്കെ തരാം, പക്ഷേ ഈ കോപ്പി ജ്യോതി മാഡത്തിനും പ്രണവിനും ഉള്ളതാണ്. മാഡം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഡോക്യുമെന്റ്സിന്റെ എല്ലാ പേജുകളിലും ഗൗതം സൈൻ ചെയ്തു. തമ്പും പ്രശ്നം എടുത്തിട്ടുണ്ട്. ദാ പിടിച്ചോ. വാങ്ങിച്ചു പ്രണവേ. ഇനി ഇതിന്റെ രജിസ്ട്രേഷൻ കൂടി കഴിയുന്നതോടെ സർവ്വതും നഷ്ടപ്പെട്ട ഗൗതമിന്റെ പുതിയ നാളുകൾ തുടങ്ങും. ഇനിയിപ്പോ ഗൗതം ചെന്ന് വീഴാൻ പോകുന്നത് പരാജയങ്ങളുടെ പടുകുഴിയിലേക്കായിരിക്കും. സാറേ, ഗൗതം തന്നെ ഈ പ്രോജക്റ്റ് ഇട്ടിട്ട് പോവും. ദേ നോക്കി വെച്ചോ, ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ പ്രണവ് ഗോപിനാഥ്. ഇവനായിരിക്കും ഹൈടെക് സിറ്റിയുടെ MWalk പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ് പ്രണവ്. താങ്ക് യു സർ. ഇന്ന് മോഹൻ ഡോക്ടർ OPD ഇല്ല. ഇനി ബുധനാഴ്ചയുള്ളൂ. എന്ത് വേണം? ഓക്കെ ശരി, അപ്പോയിന്റ്മെന്റ് ഇട്ടേക്കാം. ഒരു പാർവതി അമ്മയെ എമർജൻസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയാവോ? ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് തലചുറ്റി വീണ് കൊണ്ടുവന്നത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാ. നേരെ ചെന്ന് ലെഫ്റ്റ് സൈഡിൽ എമർജൻസി റൂം നമ്പർ 3 പേഷ്യന്റ് ഉണ്ട്. താങ്ക് യു. വാ. ഞങ്ങള് ഈ അമ്മയുടെ മകനും മരുമകളോ? അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. പെട്ടെന്ന് ആരോ കയറ് പിടിച്ചതുപോലെയോ എന്തൊക്കെയോ തോന്നി. പിന്നെ ഞാൻ തലചുറ്റി നിലത്തേക്ക് വീഴായിരുന്നു. എന്താ ഡോക്ടർ അമ്മയുടെ പ്രശ്നം? പേടിക്കാനൊന്നുമില്ല. കുറച്ചുനേരം വെയിൽ കൊണ്ടപ്പോ BP വേരിയേഷൻ ഉണ്ടാവാനാ സാധ്യത. ഇപ്പൊ ആള് നോർമലാ. മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രിപ്പ് കഴിയുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ആഹാരം കഴിക്കാതെ ആയിരിക്കും അമ്മ അമ്പലത്തിലേക്ക് പോയത് അല്ലേ? അതൊക്കെ വിട്. നിങ്ങൾ പോയ കാര്യം എന്തായി? എഗ്രിമെന്റ് സൈൻ ചെയ്തോ?
ഗൗതം എഗ്രിമെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അമ്പലത്തിൽ നിന്ന് എനിക്ക് കോള് വന്നത്. പിന്നെ ഞാൻ പുറത്തിറങ്ങി അമ്മ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുണ്ടാക്കി. അപ്പോഴേക്കും ഗൗതം എല്ലാം സൈൻ ചെയ്തിട്ട് വന്നു. ഓ, അത് കേൾക്കുമ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയാം. എല്ലാം ഭംഗിയായല്ലോ, അത് മതി.